ഇത് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റാണ്. നമ്മൾ നെറ്റിൽ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ് ആട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ വ്യൂ പോയിന്റിലെത്തിയിട്ടുണ്ട്. നമ്മളിവിടേക്ക് എത്തുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ചയാണിത്. ഇത് വെച്ചാൽ നേരെ ഫ്രണ്ട് കണ്ടില്ലേ, ഇതാണ് എയർപോർട്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ കറങ്ങിയിട്ട് കറക്റ്റ് ഇതാ ഈ ഫ്രണ്ട് കാണുന്ന അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പോകും. കുറച്ച് റിസ്ക് ആണെന്ന് പറഞ്ഞാൽ അവിടെ പോകുന്നത്, പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും അവിടേക്കുള്ള ലാൻഡിങ്ങും ടേക്ക് ഓഫും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യത്തെ ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെ കറക്റ്റ് ഇങ്ങനെ ദൂരം ഒന്ന് കാണാൻ പറ്റും. പിന്നെ ഇത് പറഞ്ഞാൽ നമ്മുടെ കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ്റെ ആ റോഡിന് വന്നു കഴിഞ്ഞാൽ കുമ്മിണിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ നിന്നാണ് ഈ വ്യൂ പോയിൻ്റ്. കറക്റ്റ് നിങ്ങൾ മാപ്പിലൊക്കെ കാലിക്കറ്റ് എയർപോർട്ട് വ്യൂ പോയിൻ്റ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടേക്ക് എത്താൻ പറ്റും കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോവിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം നമ്മൾ സ്ഥിരം ചെയ്തു വരുന്ന ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്കറിയാം ഈ ഏവിയേഷൻ, വിമാനം, എയറോപ്ലെയിൻ, റോക്കറ്റ്, നമ്മളെ മേലെ കൂടി സഞ്ചരിക്കുന്ന എന്തിനോടും നമുക്ക് എല്ലാവർക്കും ഒരു പ്രായഭേദം തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു അതിനെപ്പറ്റി അറിയാനൊക്കെ ഒരു കൗതുകമായിരിക്കും അല്ലേ. അതേപോലെ തന്നെയാണ് ഞാനും. എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഈ വിമാനങ്ങളെ പറ്റി അല്ലെങ്കിൽ എയറോപ്ലെയിൻ, റോക്കറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റി അറിയാനും കാണാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സംഭവം എന്ന് വെച്ചാൽ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഉള്ള വിമാനങ്ങളുടെ ലാൻഡിങ്ങും അതേപോലെ തന്നെ ടേക്ക് ഓഫും, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നമ്മളിപ്പോൾ ആ വണ്ടി അവിടെ മേലെ വെച്ചിട്ട് താഴോട്ട് ഇപ്പോൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങി ഇങ്ങനെ നേരെ നമ്മളെ അപ്പുറം കാണുന്ന അതെന്ന് വെച്ചാൽ കാലിക്കറ്റ് എയർപോർട്ടാണ് കേട്ടോ. നമ്മൾ കുറച്ചും കൂടിയും നമുക്ക് പ്ലെയിനൊക്കെ കുറച്ചും കൂടി അടുത്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയി നോക്കുകയാണ്. ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ വരുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ദൂരെ ഒരു മൺകൂനുണ്ട്, അതിൻ്റെ മുകളിൽ കയറിയാൽ കറക്റ്റ് നമുക്ക് ടേക്ക് ഓഫും ലാൻഡിങ്ങൊക്കെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് മേലെ നിന്നൊരു ചേട്ടൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് പോയേക്കാം. അപ്പോൾ ഒരു ലാൻഡിങ് ഉണ്ടെന്ന് തോന്നുന്നു, ശബ്ദം കേൾക്കുന്നത്. കാണാൻ പറ്റുമോ നോക്കട്ടെ. നമ്മുടെ നല്ല അടിയിലാണുള്ളത്. ലാൻഡിങ് അല്ല, ഞാൻ കരുതി എന്താ വെച്ചാലേ നമുക്ക് പ്ലെയിൻ കാണാൻ പറ്റാത്തതിനെ കൊണ്ട് ലാൻഡിങ് ആയിരിക്കും ഞാൻ കരുതി. പക്ഷേ ടേക്ക് ഓഫ് ആയിരുന്നു. അടിപൊളി അല്ലേ. അത് നമുക്ക് മിസ്സായി. കുറച്ചും കൂടി നമുക്ക് ക്ലോസ് ആയിട്ട് അടുത്തുനിന്ന് കാണാൻ. എവിടെയോ ആണ് ആ ഒരു മൺകൂനെയും കാര്യങ്ങളൊക്കെ നോക്കാം എന്തായാലും. അപ്പോൾ നമ്മൾ ആ ഒരു വ്യൂ പോയിൻറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ഉള്ളത്. ഇതിപ്പോൾ വെച്ചാൽ നമ്മളെ കരിപ്പൂർ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള കുമ്മിണിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലമാണത്. അപ്പോൾ ഇതിൻ്റെ അടുത്തതാ നമ്മൾ മേലെ കാണുന്ന അതിൻ്റെ മുകളിലേക്കാണ് കയറാൻ പോകുന്നത്. കറക്റ്റ് പറഞ്ഞാൽ പാരലായിട്ട് നമ്മളെ ഈ ഒരു എയർപോർട്ടിനോട് പാരലായിട്ടുള്ളൊരു സ്ഥലമാണത്. അപ്പോൾ ഇതാ നമ്മൾ ഈ വഴി കണ്ടില്ലേ, ഈ വഴി ഇങ്ങനെ പോയിട്ട് ഈ ഒരു വലിയ സാധനം കയറിയിട്ട് ഏറ്റവും ടോപ്പ് പോകണം. നല്ല ഹൈറ്റ് ഉണ്ട്. അത് ഏറ്റവും ടോപ്പ് കയറിയിട്ടാണ് വീഡിയോ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫ്രണ്ട് കാണുന്നതാണ് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ റൺവേ ആണ് കേട്ടോ. റൺവേനോട് ചേർന്ന് തന്നെയുള്ള കുറച്ച് ഹൈറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ കയറി നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ കുറച്ച് ഉയരത്താണ് നമ്മളുള്ളത്, നല്ല ഹൈറ്റിലാണല്ലോ കേട്ടോ. നമ്മളാ കാണുന്ന ഒരു ബിൽഡിംഗ് കണ്ടില്ലേ, അതിലാണ് നമ്മളിങ്ങനെ ബൈക്കിൽ വന്നത്. പിന്നെ വണ്ടി ഇങ്ങനെ അവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി വന്നതാണ്. പിന്നെ ഈ താഴെ കാണുന്ന ഈ ഒരു ഇതില്ലേ, ഒരു ഇറക്കം, ഈ ഒരു സംഭവം ഇതെന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മൾ ഈ താഴെ കാണുന്ന ഈ ഒരു സ്ഥലങ്ങളിൽ നിന്നൊക്കെ മണ്ണെടുത്തിട്ടാണ് നമ്മുടെ ഈ എയർപോർട്ടിൻ്റെ റൺവേ ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ ഈ നമ്മൾ കണ്ടില്ല താഴോട്ട് ഇത്രയും ഹൈറ്റിൽ താഴോട്ട് തന്നെ വന്നപ്പോൾ ഇവിടെ നിന്നൊക്കെ മണ്ണെടുത്തിട്ടാണ് ഈ ഒരു കാലിക്കറ്റ് എയർപോർട്ട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ കറക്റ്റ് ചെയ്താൽ നമ്മുടെ എയർപോർട്ടിൻ്റെ നേരെ ഒരു സമാന്തരമായിട്ടുള്ളൊരു ഒരു ഹൈറ്റിൽ കയറിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. ഇവിടെ 2 ഫ്ലൈറ്റ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ACTൻ്റെ ആ ഒരു കൺട്രോൾ സംഭവമാണ് അത്. ഈ ഒരു ബിൽഡിങ്ങാണ്, ഇവരാണ് ഈ ഒരു എയർപോർട്ട് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നത്. അവർ റൺവേ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ടേക്ക് ഓഫോ ലാൻഡിങ്ങോ ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ, റൺവേ ചെക്ക് ചെയ്യുന്നതാണത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ടേക്ക് ഓഫോ ലാൻഡിങ് ആകുമ്പോൾ പ്രതീക്ഷിക്കും. ഇപ്പോൾ ഒരു ഇൻഡിഗോ ശരിക്കും പറഞ്ഞാൽ
ഇപ്പോൾ ഒരു അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് എന്ന് വെച്ചാൽ അരമണിക്കൂർ മുമ്പേ ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യേണ്ട ഒരു ഇൻഡിഗോ പ്ലെയിൻ അവിടെ എപ്പോഴും കിടക്കുന്നുണ്ട്. മിക്കവാറും അതിൻ്റെ ടേക്ക് ഓഫ് ആവാനാണ് സാധ്യത. എന്തായാലും അവരിതാ മൊത്തത്തിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, റൺവേ ചെക്ക് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ചെയ്യാൻ നമുക്ക് എന്തായാലും ഒരു കിടലൻ കാഴ്ച തന്നെ കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ലാൻഡിങ് ഉണ്ട് ഞാൻ പറഞ്ഞ കണ്ടില്ലേ, ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അതാ നമ്മൾ അത്രയും ക്ലോസ് ആയിട്ട് കാണാൻ പോകട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷം. ഇത് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റാണ്. നമ്മൾ നെറ്റിൽ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ് ആട്ടോ. അപ്പോൾ ഇപ്പം പോയ ആ ഫ്ലൈറ്റ് അവിടെ പോയിട്ട് തിരിച്ച് വരുന്നുണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഫോണിലാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ സൂം ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അത്രയും ദൂരം അവിടുന്ന് തിരിച്ച് വരികയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വേറൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കരിപ്പൂർ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലുള്ള ആളുകളെ നമുക്കൊരിക്കലും കൂടി അവരൊരു എന്താ പറയുക, അവരൊരു നല്ല മനസ്സിന് ആ ഒരു സംഭവം ഇപ്പോൾ കാണാം. എന്താ വെച്ചാൽ കരിപ്പൂർ ആ ഒരു ഫ്ലൈറ്റ് ഇൻസിഡൻറ്റ് നടന്ന സമയത്ത്, ആ ഒരു അപകടം നടന്ന സമയത്ത് കരിപ്പൂരിലുള്ള ആളുകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തനത്തിനൊക്കെ പെട്ടെന്ന് തന്നെ അവരെല്ലാവരും എത്തിയിട്ട് എന്താ വെച്ചാൽ ആ ഒരു മലപ്പുറം ജില്ലയിലുള്ള അല്ലെങ്കിൽ കൊണ്ടോട്ടുള്ള ആളുകൾ ഒരു നല്ല മനസ്സിന് തുറന്ന് കാണിച്ചൊരു സംഭവം കൂടിയാണ് കേട്ടോ. അത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ നമുക്ക് ഓർക്കാം എന്തായാലും. അപ്പോൾ അതവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ ബ്രേക്ക് ചെയ്തിട്ടേ, ഈ ഫ്ലൈറ്റ് ബ്രേക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സ്മെല്ല് നന്നായിട്ട് കിട്ടുന്നുണ്ട് വേണം. നമ്മൾ ഈ ഒരു ടേക്ക് ഓഫിനും ഒരു ലാൻഡിങ്ങിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ, നമ്മളെ നേരെ ഫ്രണ്ടിൽ എയർപോർട്ടാണ്. ഇതാ കണ്ടില്ലേ, ഈ ഒരു മതിലിൻ്റെ നേരെ അപ്പുറത്ത് എയർപോർട്ടാണ് കേട്ടോ. പക്ഷേ ഇത് സംഭവം എന്ന് വെച്ചാൽ ഇവിടേക്ക് വരുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ ഞങ്ങൾ കയറി വന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ഇറങ്ങി പോകുമ്പോൾ വഴി കാണിച്ചു തരാം. പിന്നെ നമ്മളിതാ ഏതാണ്ട് ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു വഴിയാണ് കയറിയത്. പിന്നെ അവിടെ കാണുന്നുണ്ട്, ഞാൻ സൂം ചെയ്ത് കാണിച്ചില്ല, അവിടെ ഒരു രണ്ട് പ്ലെയിൻ അവിടെ കിടക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 7:45, 8 മണിക്ക് അത് ഒരു ടേക്ക് ഓഫ് വിടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായത്. അപ്പോൾ അത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ തരും. അപ്പോൾ ഫ്രണ്ട്സ്, അവിടെ ഒരു ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് വേണ്ടി റെഡി ആവുന്നുണ്ട്. അത് നേരെ നമ്മളെ ഇവിടേക്ക് വരും എന്തായാലും. അപ്പോൾ ആ സമയത്ത് കാണാൻ പോകാം എന്തായാലും, എങ്ങോട്ട് വരട്ടെ എന്തായാലും. അതിപ്പോൾ എടുക്കാം. ഇപ്പോൾ അവർ മറ്റേ വണ്ടി കൊണ്ട് വരുന്നുണ്ട്, അതാ കണ്ടില്ലേ. അപ്പോൾ ഇനി അവർക്ക് റൺവേ ചെക്ക് ചെയ്യണം. റൺവേ ചെക്കിങ് കഴിഞ്ഞാൽ അത് ഇവിടുന്ന് ടേക്ക് ഓഫ് ഉണ്ടാവും കേട്ടോ. ടേക്ക് ഓഫ് കാണാൻ പോകാം എന്തായാലും. ആ ഒരു ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ് അവിടുന്ന് റൺവേയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു മനോഹരമായിട്ടുള്ളൊരു ടേക്ക് ഓഫ് കാണാം. എന്തായാലും നമ്മുടെ തലേൻ്റെ മേലെ കൂടി ആയിരിക്കും പോകുക എന്തായാലും. കറക്റ്റ് നമ്മൾ നിൽക്കുന്ന ആ ഒരു പൊസിഷനിലാണ് കേട്ടോ. എന്തായാലും അവിടെ പോയിട്ട് അവർ ആ റണ്ണിങ് എടുത്ത് വരട്ടെ, കാണാൻ നമുക്ക് എന്തായാലും. ഇൻഡിഗോൻ്റെ 2 ഫ്ലൈറ്റ് ഇവിടെ നിന്ന് ടേക്ക് ഓഫിന് റെഡി ആവുന്നുണ്ട്. ഒന്നും കൂടി അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. മിക്കവാറും അതും കൂടി ടേക്ക് ഓഫ് ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ബോണസ് കാഴ്ചയും കൂടി ആയിരിക്കും അല്ലേ. പൊള്ളി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എന്താ വെച്ചാൽ ഈ ഏവിയേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാനും കാഴ്ചകൾ കാണാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ പറയണോ നമ്മൾ ഇങ്ങനത്തെ ലാൻഡിങ്ങും ടേക്ക് ഓഫൊക്കെ ഉള്ള വീഡിയോസ് ഇനി വേണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ പറയാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും വീഡിയോ ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ആ ലാൻഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നല്ല വെയിലാണ് കേട്ടോ, കട്ട വെയിലാണ്. ലാൻഡിങ് അല്ല, ടേക്ക് ഓഫിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരുപാട് സമയം ഇങ്ങനെ മാറിപ്പോകണ്ടേ. അപ്പോൾ അത് എടുത്തിട്ടുണ്ടെന്ന് പൊളി. ഇനിയിപ്പോൾ ഒന്നും കൂടി ഒരു ടേക്ക് ഓഫും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യാതാ അവിടെ തന്നെ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കുറേ സമയം. പക്ഷെ നല്ല വെയിലും ഉണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ കൂടെ എൻ്റെ ചേട്ടനുണ്ടതാ. ബ്രോ, പേര് പറയേ. ഷജിലേഷ് ചേട്ടൻ ഒരു മിമിക്രി കലാകാരനാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ശബ്ദം വേണമെങ്കിൽ കാണിക്കോ.
ബോധപ്പോൾ ഓക്കെ അല്ല, നമുക്ക് എപ്പോഴെങ്കിലും ലൈവിലൊക്കെ വരുമ്പോൾ മുമ്പേ കൊണ്ടുവരാൻ തരും. പിന്നെ പറഞ്ഞാൽ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു ഫ്ലൈറ്റ് ഒരു ലാൻഡിങ് ഉണ്ട്. ഇപ്പോൾ കാണിച്ചു തരാം. അടുത്ത ഇൻഡിഗോൻ്റെ ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട്. അത് ടേക്ക് ഓഫ് നമ്മളെ ഫ്രണ്ട് കാണുന്ന ഈ ഒരു റൺവേ എന്നാണ് കേട്ടോ ആ ഒരു ടേക്ക് ഓഫ് നടക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു ടേക്ക് ഓഫ് കഴിഞ്ഞിട്ടോ. അതോ അങ്ങ് ദൂരെ അവിടെ പൊങ്ങുന്നത് കാണാം. അങ്ങനെ അത് പോയി. അപ്പോൾ അടിപൊളി കാഴ്ചകൾ. ഫ്രണ്ട്സ്, നമ്മൾ വേറത്തെ കണ്ടില്ലേ സംഭവം എന്താ വെച്ചാൽ, നമ്മൾ കണ്ടില്ലേ ഈ ഒരു വഴി ഉണ്ട് ഇതാ, ഈ ഒരു കുത്തനുള്ള ഇതിലാണ് നമ്മൾ കയറി പോകാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ടേക്ക് ഓഫ് ഇതൊക്കെ എടുത്തതെന്ന് വെച്ചാൽ ഇതിലങ്ങനെ കയറിയിട്ട് ഇങ്ങനെ കയറി പോകണം. അപ്പോൾ ഇറങ്ങാൻ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ കുറച്ച് പാടുപെട്ടിട്ട് അതാവട്ടെ ഇറങ്ങിയത്. ഷൂ ഒക്കെ കഴിക്കേണ്ടി വന്നതാണ്. അപ്പോൾ ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും അടുത്തൊരു കിടിലൻ വീഡിയോ കാണുന്നവരേക്കും ബൈ. അപ്പോൾ ആ ഒരു ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഞാൻ സൂം ചെയ്ത് തരാം. പക്ഷേ ക്ലാരിറ്റി പോകുന്നുണ്ട് നമ്മൾ സൂം ചെയ്യുമ്പോൾ. എന്താ ഏതാനും നിമിഷങ്ങൾക്കകം ഈ ഒരു പ്ലെയിൻ ഇവിടെ ലാൻഡ് ചെയ്യും. ഓ അടിപൊളി. ഫ്രണ്ട്സ്, നമ്മളിവിടെ എത്ര നേരം വെയിറ്റ് ചെയ്തതിന് കാര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു ഫ്ലൈറ്റ് അതാ പോകുന്ന. ഫ്രണ്ട്സ്, നമ്മളെ ഈ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ 2 ദിവസമായിട്ടാണ്. നിങ്ങൾ നേരത്തെ കണ്ട ഈ ആദ്യമൊക്കെ കണ്ട വീഡിയോസ് എന്ന് പറഞ്ഞാൽ രാവിലെ എടുത്ത വീഡിയോസാണല്ലോ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈകിട്ട് എടുത്താണ്. എന്താ വെച്ചാൽ സംഭവം എന്ന് വെച്ചാൽ കരിപ്പൂർ എയർപോർട്ടിലെക്കാം അതിരാവിലകളിലും അതേപോലെ തന്നെ വൈകിട്ടാണ് ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്ത് പോകുന്നതായിട്ടുള്ള. അപ്പോൾ വീണ്ടും ഒരു പ്ലെയിൻ ഇപ്പോൾ അവിടുന്ന് ഇതിപ്പോൾ നമ്മളെ ഫ്രണ്ട് കാണുന്ന എയർപോർട്ടാണ്. ലൈറ്റ് കാരണമാണ് പോകുമ്പോൾ നമുക്ക് അവിടേക്കുള്ളൊരു ആക്സസ് ഒരു കാഴ്ച കിട്ടാത്തത്. അപ്പോൾ ഒരു ഫ്ലൈറ്റ് ഇപ്പം പോയിട്ടുണ്ട്. അതിപ്പം എന്തെങ്കിലും ടേക്ക് ഓഫ് നമുക്ക് ഇവിടെ തന്നെ കാണാൻ തരും. ഒന്ന് വെയിറ്റ് ചെയ്യാൻ നമുക്ക്.
അടുത്തൊരു ഫ്ലൈറ്റും കൂടി ടേക്ക് ഓഫിന് റെഡി ആയിട്ട് ഇതാ പോകുന്നുണ്ട്. കാണാം കേട്ടോ. അതാ